മഴവില്ലിലൂയലാടി വരവായി ഒരു ചിങ്ങക്കാറ്റിൻ തേരിൽ വരവായി തെക്കളം ചൂടുന്ന പൂവിൻ ഇതളിൽ ഒരു പുത്തനം പൊന്നുണ രാത്രി. ഓണം തിരുവോണം തിരുവോണം. പരിപ്പ് കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ 3/4 കപ്പ് പരിപ്പെന്ന് പറയുമ്പോൾ ഇതിപ്പം മൂങ് ദാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ അരയ്ക്കാൻ വേണ്ടത് 1/2 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, 2 ചുവന്നുള്ളി, 4 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത്രയും കൂട്ടിയിട്ട് അരച്ചെടുക്കണം. താളിക്കാൻ വേണ്ടിയിട്ട് കടുക് 1/4 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം ചെറുതായി വട്ടത്തിലരിഞ്ഞത്, സവാള 1 എണ്ണം ചോപ്പ് ചെയ്തത്, തക്കാളി 1 എണ്ണം ചോപ്പ് ചെയ്തത്, കറിവേപ്പില, വറ്റൽമുളക്. കുക്കർ എടുത്തിട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുക്കർ മൂടിയിട്ട് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക്, ഈ സവാള ചെറുതായി അരിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പ് വേവിച്ചതിൽ ഉപ്പിട്ടിട്ടില്ല, ഇതിലാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചു കൊടുക്കാം. പരിപ്പ് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നല്ലതുപോലെ വെട്ടി തിളയ്ക്കേണ്ട, ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പരിപ്പ് കറി ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.